ഇപ്പോൾ ചെയ്യാൻ പോണത് 12ാമത്തെ എക്സ്പെരിമെൻ്റാണ്. ഇതിൽ 2 നെറ്റ്വർക്ക് 2 റൂട്ടർ വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് ചെയ്യാൻ പോണത്. ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2 നെറ്റ്വർക്ക് ഒറ്റ റൂട്ടർ വെച്ചിട്ട് കണക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ വ്യത്യാസം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 റൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇതിൽ സ്റ്റാറ്റിക്കായിട്ട് IP റൂട്ട് ചെയ്യണം. അത് മാനുവലായിട്ട് നമ്മൾ കൊടുക്കണം. അത് കാണിച്ചു തരാം. പിന്നെ 2 റൂട്ടർ തമ്മിൽ കണക്ഷൻ സീരിയൽ കേബിൾ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ചെയ്യാം. ആദ്യം 2 റൂട്ടർ തന്നെ ആക്കുക. രണ്ട് സ്വിച്ച്, 4 PC. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ഷൻ കൊടുക്കും. ഈ 2 റൂട്ടർ തമ്മിൽ കണക്ഷൻ കൊടുക്കുന്ന സീരിയൽ കേബിൾ വെച്ചിട്ട്. അപ്പോൾ ഈ റൂട്ടറിലെ പോർട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ മൊഡ്യൂൾ ആഡ് ആക്കുക. എന്താ കണ്ട, ഇവിടെയാണ് ആ മൊഡ്യൂൾ വെക്കാൻ പോണത്. മൊഡ്യൂളിൻ്റെ പേര് ഇതാണ്, WIC2T. അത് വെക്കണമെങ്കിൽ ആദ്യം സ്വിച്ച് ഓഫ് ആക്കണം. സ്വിച്ച് ഓഫാക്കി വെച്ചു ഓണാക്കി. അതേപോലെ ഇപ്പുറത്തെ റൂട്ടറിലും ചെയ്യാം. സ്വിച്ച് ഓഫ്, WIC2T ഓണാക്കി. ഇനി സീരിയൽ കേബിൾ എടുക്കുക. സീരിയൽ 0/0/0 കണക്ഷൻ കൊടുക്കുക. ഇനി IP അഡ്രസ്സ് കൊടുക്കുക ഈ 4 PCക്ക്. അപ്പോൾ ഇവിടെയുള്ള 2 PC 1.23ഉം ഇവിടെയുള്ള 2 PC 2.23 കൊടുക്കാൻ പോണത്. സബ്നെറ്റ് മാസ്ക്. അതേപോലെ ഇപ്പുറത്ത് 2.2ഉം 2.3ഉം. ഇപ്പോൾ 4 PCക്ക് IP അഡ്രസ്സ് കൊടുത്ത് ഇനി ഈ റൂട്ടറിൻ്റെ താഴെയുള്ള ഫാസ്റ്റ് ഇഥർനെറ്റ് കോൺഫിഗർ ചെയ്യും. 2 ഫാസ്റ്റ് ഇഥർനെറ്റ് 0/0 അവിടെ കാണാല്ലേ, FA 0/0 അതും പിന്നെ ഇപ്പുറത്തെ ഫാസ്റ്റ് ഇഥർനെറ്റ് കോൺഫിഗർ ചെയ്യാം 0/0. അപ്പോൾ അതിന് 2നും IP അഡ്രസ്സ് കൊടുക്കാൻ പോകും. അപ്പോൾ ഇവിടുത്തെ പോർട്ടിന് കൊടുക്കാൻ ഈ റൂട്ടർ എടുക്കുക. എനേബിൾ ചെയ്യുക റൂട്ടർ. ആദ്യം കോൺഫിഗർ ടെർമിനൽ അടിക്കുക. എന്നിട്ട് അതിൻ്റെ ഇൻ്റർഫേസ് കൊടുക്കുക. ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/0.
INDF0/0 എന്ന് കൊടുത്താലും മതി. ഓക്കെ, എന്നിട്ട് അതിൻ്റെ IP അഡ്രസ്സ് കൊടുക്കും. അപ്പോൾ IP അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഇവിടെ ഞാൻ 1.2ഉം 1.3 ആണ് ഈ 2 PC കൊടുത്തുള്ളത്. അപ്പോൾ അതേ റേഞ്ചിലുള്ള IP അഡ്രസ്സാണ് ഈ പോർട്ടിൽ കൊടുക്കാൻ. ഞാൻ 1.1 കൊടുക്കുന്നത്. സബ്നെറ്റ് മാസ്ക് കൊടുക്കും. എന്നിട്ട് നോ ഷട്ട് ഡൗൺ അടിക്കണം. എക്സിറ്റ്. അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കണം. ഇവിടെ കൊടുക്കേണ്ട IP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ 2 PC-യിൽ IP അഡ്രസ്സ് 2.2ഉം 2.3 ലാസ്റ്റ് കൊടുത്തുള്ളത്. അപ്പോൾ അതേ റേഞ്ചിലുള്ള IP കൊടുക്കണം. അപ്പോൾ ഞാൻ 2.1 കൊടുക്കും. ആദ്യം ഇവിടുത്തെ ഇത് നോക്ക്, FA0/0 ഇൻ്റർഫേസ്. എനേബിൾ ചെയ്യുക. കോൺഫിഗ് T എന്ന് അടിച്ചാൽ മതി. അങ്ങനെ അടിച്ചാൽ ഷോർട്ടാക്കി അടിച്ചാൽ വരും. എന്നിട്ട് ഇൻ്റർഫേസ് കൊടുക്കുക, INDF0/0. എന്നിട്ട് IP അഡ്രസ്സ് കൊടുക്കുക. 2 റേഞ്ച് വരുന്നത്. അപ്പോൾ അതാണ് കൊടുക്കുന്നത് IP അഡ്രസ്സ് 2.1. നോ ഷട്ട് ഡൗൺ കൊടുക്കുക. നോ ഷട്ട് ഡൗൺ കൊടുക്കാൻ മറക്കരുത്. അത് കൊടുത്താൽ റെഡിയാവും. എക്സിറ്റ്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ രണ്ടിടത്തും പച്ച കത്തിയിട്ടുണ്ട്. ഇനി ഈ പോർട്ടും ഇവിടുത്തെ ഇത് 2 സീരിയൽ പോർട്ടാണ്. ഇതും പിന്നെ ഇതും. ഇവിടെയും IP അഡ്രസ്സ് കൊടുക്കണം കോൺഫിഗർ. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ 0/0/0 അതിൻ്റെ ഇൻ്റർഫേസിലേക്ക് പോകണം. അപ്പോൾ ആ റൂട്ടർ എടുക്കുക, ഇൻഡ് സീരിയൽ 0/0/0 IP അഡ്രസ്സ് കൊടുക്കുക. ഇതിൻ്റെ IP അഡ്രസ്സ് ആ റേഞ്ച് ആവണമെന്നില്ല, മാറിയാൽ കുഴപ്പമില്ല. ഞാൻ കൊടുക്കുന്നത് 1.162.0.252. എന്നിട്ട് നോ ഷട്ട് ഡൗൺ ചെയ്യാം. എക്സിറ്റ്. അതേപോലെ അപ്പുറത്തെ റൂട്ടറിലത്തെ സീരിയൽ പോർട്ടും കോൺഫിഗർ ചെയ്യാം. അവിടെയും സീരിയൽ 0/0/0 തന്നെയാണ്. അപ്പോൾ ഇൻ്റെ സീരിയൽ 0/0/0 IP അഡ്രസ്സ് കൊടുക്കും. IP അഡ്രസ് 192.168. അപ്പുറത്ത് ഞാൻ 252 ലാസ്റ്റ് കൊടുക്കും. ഇവിടെ 253 കൊടുക്കും. സബ്നെറ്റ് മാസ്ക്. നോ ഷട്ട് ഡൗൺ ചെയ്യാം. നോ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ കളർ മതി. കണ്ടോ, എക്സിറ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള FA0/0 കൊടുത്തുള്ള IP അഡ്രസ്സ് ഈ 2 PC-ലും ഗേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. അതേപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള IP അഡ്രസ്സ് ഈ 2 PC-ലും ഗേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്തുള്ള IP അഡ്രസ്സ് 192.168.2.1. അപ്പോൾ 192.168.2.1
168.2.1. ഇത് ഗേറ്റ് വേ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിൽ നിന്ന് ഇത് പുറത്തേക്ക് കടക്കുന്ന വഴിയാണിത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ പോർട്ടാണ് അതിൻ്റെ ഗേറ്റ് ആയിട്ട് വരിക. അപ്പോൾ അവിടുത്തെ IP അഡ്രസ്സ് നമ്മളവിടെ കൊടുക്കും. അതേപോലെ ഇവിടുത്തെ 1.1, അപ്പോൾ ഈ 2 BCയിൽ അത് കൊടുക്കുക. 168.1.1. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ റൂട്ട് കൊടുക്കണം. സ്റ്റാറ്റിക് IP റൂട്ടിംഗ്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് പിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ഏത് വഴി എങ്ങനെ ഇങ്ങോട്ട് എത്തണമെന്ന് ഒരു റൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടറെല്ലാം സെറ്റ് ചെയ്യാം. അതിനുള്ള കമാൻഡ് പറഞ്ഞു. അതിനുള്ള കമാൻഡ് എന്ന് വെച്ചാൽ IP റൂട്ട്. ഇനി നമ്മൾ ഒരു IP അഡ്രസ്സ് കൊടുക്കണം. ആ IP അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ 1 പോയിന്റിൽ നിന്ന് 2 പോയിന്റിലേക്ക് പിങ് ചെയ്യണം. അപ്പോൾ 2 പോയിന്റിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ 2 പോയിന്റിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. അപ്പോൾ അവിടുത്തെ IP അഡ്രസ്സ് ആദ്യം കൊടുക്കുക. അവിടുത്തെ IP അഡ്രസ്സിൻ്റെ റേഞ്ചാണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 192.168.2.0 എന്ന് കൊടുക്കുക. അപ്പോൾ 0 ഒരു റേഞ്ച് ആയിട്ട് അതിൽ എടുക്കും. അപ്പോൾ അവിടെ നിന്ന് തൊട്ടുള്ള എല്ലായിടത്തേക്കുള്ള റൂട്ടായിട്ട് സെറ്റാവും. എന്നിട്ട് അതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. ഇനി ഒരു IPയും കൂടിയും കൊടുക്കണം. ആ IP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങോട്ടാണ് എത്തേണ്ടതെന്ന് നമ്മൾ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കൊടുത്ത്, അതേപോലെ ഇത് വഴിയാണ് പോകണതെന്നും കൂടി പറയണം. ഈ ഗേറ്റ്, ഈ പോർട്ട്. അപ്പോൾ ഇവിടുത്തെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സീരിയൽ 0/0/0ൻ്റെ IP അഡ്രസ്സ് വെക്കുക. 192.168.0.253 ആ IP അഡ്രസ്സ് കൂടി കൊടുക്കണം. 0.253. ഇതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുക്കണ്ട. ഇതിങ്ങനെ കൊടുത്താൽ മതി. എൻ്റർ ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. ഇത് റൂട്ട് വന്നിക്കണം നോക്കാൻ. ഷോ IP റൂട്ട് എന്ന് കൊടുക്കുന്നത് എന്താ റൂട്ടായി കണ്ടോ. 190.168.2.0 എന്നുള്ള റേഞ്ചിലേക്ക് എങ്ങനെ വിയ ഈ IP അഡ്രസ്സ് വഴി, മനസ്സിലായോ? ഈ 192 ഈ 2 പോയിന്റിൽ ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ 2 പോയിന്റിലേക്ക് എത്താൻ ഇത് വഴി പോകണം എന്നാണ് അതിലിപ്പോൾ ഞാൻ കാണിച്ചതിൽ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ റൂട്ടറിൽ സെറ്റ് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഈ റൂട്ടറിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ റൂട്ടറിൽ നിന്ന് 2 പോയിന്റിൽ നിന്ന് എന്താ പറയുക 1 പോയിന്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യം 1 പോയിന്റിൻ്റെ കൊടുക്കും. അതിന് IP റൂട്ട് 192.168.1.0 1ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടുത്തെ റേഞ്ച് കൊടുക്കുക. എന്നിട്ട് അതിന് സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. എന്നിട്ട് ഇത് ഏത് വഴിയാണ് പോകണമെന്ന് പറയാം. എന്താ ഈ പോർട്ട്, ഇതിൻ്റെ IP അഡ്രസ്സ് കൊടുക്കുക. ഇതിൻ്റെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 252 192.168.0.
Q5. ഓക്കെ, ഇതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുക്കണ്ട, ഇതിങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് എക്സിറ്റ് ചെയ്യുക. ഇത് റൂട്ടായ നോക്കാൻ ഷോ IP റൂട്ട്. റൂട്ടായി, കണക്ഷൻ ആയിട്ട്. അപ്പോൾ ഇനി പിങ് ചെയ്ത് പാക്കറ്റ് സെൻഡ് ചെയ്ത് വെക്കാം. ഫെയിലായി, ഒന്നുകൂടെ ചോദിച്ചു, സക്സസ് ആയി. 2 അപ്പുറത്തെ നെറ്റ്വർക്കിലേക്ക് പോകുന്നുണ്ട്. ആദ്യത്തെ ഫെയിലാവും, പിന്നെ സക്സസ് ആവും. കണ്ടോ, ഇത് ഇത്ര ഉള്ളൂ. ഇതിലിപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 4 PC IP കൊടുത്ത് 1.2, 1.3, 2.2, 2.3. അതേപോലെ ഇവിടുത്തെ ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടിന് 1.1 IP കൊടുത്ത്, അതേപോലെ ഇവിടുത്തെ ഫാസ്റ്റ് ഇഥർനെറ്റ് 2.1 IP കൊടുത്ത്. എന്നിട്ട് ആ 1.1 IP കൊടുത്തത് ഈ 2 PCയിൽ ഗേറ്റ് വേ കൊടുത്ത്, അതേപോലെ ഇവിടുത്തെ 2.1 IP കൊടുത്തത് ഈ 2 PCയിലും ഗേറ്റ് വേ സെറ്റ് ചെയ്തു. എന്നിട്ട് അതിന് മുന്നേ ഇവിടുത്തെ സീരിയൽ പോർട്ടിനും IP കൊടുക്കും. ഈ സീരിയൽ പോർട്ടിനും ഒരു IP കൊടുക്കും, ഇവിടേക്ക് ഒരു IP കൊടുക്കും. അതേപോലെ ആദ്യം നമ്മൾ റൂട്ടറിൽ സീരിയലിൻ്റെ മൊഡ്യൂള് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് WIC2T. ഇതാദ്യം ഉണ്ടായിരുന്നില്ല, ഇത് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കയറ്റി. ആ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ സീരിയൽ പോർട്ട് കണക്ഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ IP റൂട്ട് കൊടുത്തത് ആദ്യം എങ്ങോട്ടാ പോകുന്നുണ്ട് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, അതിന് ശേഷം ഏത് വഴിയാണ് പോണത് അതും കൊടുത്തു. അങ്ങനെ 2 റൂട്ടറിലും സെറ്റ് ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കും.